ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിയുടെയും രേവതിയുടെ ആ പ്ലാൻ വിജയകരമായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ സാറ് പറയാണ്, അതെ, നീ എന്തുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിനക്ക് എക്സാം എഴുതാം, നിന്റെ കുടുംബത്തിൽ ഇത്രയും പ്രശ്നമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു പോലുമില്ല. ദേ, നീ എത്രമാത്രം സങ്കടപ്പെടണമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് എക്സാം എഴുതുന്നതിൽ ഒരു തടസ്സവും ഞാൻ വെക്കില്ല, നിനക്ക് എക്സാം എഴുതാമെന്നും പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിക്കും സച്ചിക്കും ഭയങ്കര ഒരു സന്തോഷം തോന്നുകയാണ്. അതിനിടയിൽ ഇവരെ മുന്നിൽ എങ്ങനെ സന്തോഷിക്കാൻ പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെന്താണ് സച്ചിയുടെ എൻ്റെ കൈ പിടിച്ച് തിരിക്കുകയാണ് നിങ്ങളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് വീണ്ടും ബഹളമാണ്. അങ്ങനെ ബഹളമെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദാ വരുന്നു പോലീസുകാർ. അപ്പോൾ പോലീസ് ജീപ്പ് വന്നു കഴിഞ്ഞപ്പോഴേക്കും സച്ചി പേടിച്ചു, അയ്യോ രേവതി പോലീസ് ജീപ്പാണല്ലോ, നമ്മുടെ നാടകത്തിൽ പോലീസുകാരില്ലല്ലോ. ഇല്ലല്ലോ സച്ചിയേട്ടാ, എനിക്കറിയില്ല ഇതെന്താ സംഭവമെന്ന്. അങ്ങനെ പോലീസുകാർ സച്ചിയെ പിടികൂടുകയാണ്. അയ്യോ നിങ്ങൾ കൊണ്ടുപോകില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ പോലീസുകാർ വിടോ, എടാ പെരുവഴി കിടന്നിട്ട് നീ അഭ്യാസം കാണിക്കാനോടാ, പെണ്ണുങ്ങളെ തല്ലുവാണോ നീ? അയ്യോ സാറേ, അങ്ങനെയൊന്നും അല്ല സാറേ. അപ്പോഴേക്കും ഈ മാഷ അവിടെ പറയാണ്, അവനെ കൊണ്ടുപോ. അവൻ കുടിച്ച് ലെക്ക് കെട്ട് പെണ്ണുങ്ങളെ അടിക്കുന്നോ, അതും പെരുവഴിയിലിട്ട്. ഇവനെയൊക്കെ വെച്ച് ഉറപ്പിക്കാൻ പാടില്ല, പെട്ടെന്ന് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അവൻ ഇടിച്ച് നിരപ്പാക്കുന്നൊക്കെ ഈ പ്രിൻസിപ്പാൾ പറയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രേവതിക്കാണെങ്കിൽ ആകെ പേടുന്നു. അയ്യോ സാറേ, അങ്ങനെയൊന്നും അല്ല സാറേ. അപ്പോൾ ഈ സാറ് അവിടെ നിന്ന് പോവാണ്, ഈ പ്രിൻസിപ്പൽ സാർ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ സാറേ, ഇതൊക്കെ വെറും ഒരു നാടകം കളിയായിരുന്നു സാറേ, ശശിയേട്ടൻ ഒരിക്കലും മദ്യപിച്ചിട്ടില്ല, ഇത് വെറും നാടകം കളിയായിരുന്നു എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. നാടകം കളിയോ ഇവൻ്റെയോ? ഇവനൊരു നാടകം കളിക്കുന്നില്ല. ഇപ്പം ഞങ്ങളുടെ മുന്നിൽ സ്റ്റഡി ആയിട്ടിരുന്ന് സംസാരിക്കുന്നതേ ഇവൻ പേടിച്ചിട്ട് ഞങ്ങളെ, ഇവൻ മദ്യപിച്ചിട്ടുണ്ട്, എന്നിട്ട് ഇവൻ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നത് അത് നാടകം കളിയാണ്. അയ്യോ ഇല്ല എൻ്റെ മേഡം, ഞാൻ ഇപ്പോൾ കളിക്കുന്നതാണ് ഒറിജിനൽ കളി. അയ്യോ എൻ്റെ ദൈവമേ, ഞാൻ കുടിച്ചിട്ടില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും ഇവരതൊന്നും കേൾക്കാനായിട്ട് തയ്യാറാകുന്നില്ല. അങ്ങനെ സച്ചിയെ ജീപ്പിലേക്ക് കയറ്റുകയാണ്. ജീപ്പിലേക്ക് കയറ്റി സച്ചിയെ കൊണ്ട് പോകാം. രേവതിയാണെങ്കിൽ പിന്നാലെ ഓടുകയാണ്, അയ്യോ സച്ചിയേട്ടാന്ന് വിളിച്ചോണ്ട്. അപ്പം ശരത്ത് വന്നിട്ട്, ചേച്ചി അവിടെ നിൽക്ക്, അയാളെ പോലീസ് പിടിച്ചോണ്ട് പോട്ടെ ചേച്ചി, അയാൾ മദ്യപിച്ചിട്ട് ചേച്ചിനെ തല്ലിയിട്ടല്ലേ പോലീസ് പിടിച്ചോണ്ട് പോകുന്നത്, പോട്ടെ അങ്ങോട്ട്. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നീ കാരണം ഇതെല്ലാം സംഭവിച്ചത് നിനക്ക് വേണ്ടിയാടാ. എനിക്ക് വേണ്ടിയോ? ചേച്ചി എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിക്കണം. അതെ, നിനക്ക് വേണ്ടി തന്നെയാണ്, നീ കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എടാ, നിന്നെ എക്സാം എഴുതിപ്പിക്കില്ല എന്ന് പറഞ്ഞില്ലേ ആ പ്രിൻസിപ്പള്? അപ്പൊ പ്രിൻസിപ്പളിന്റെ മുന്നിൽ ഇങ്ങനെ ഒരു നാടകം കളിക്കാന്നാ വിചാരിച്ചത്. അങ്ങനെ സച്ചിയേട്ടൻ ഈ ഒരു ഐഡിയ പറഞ്ഞത്. സച്ചിയേട്ടൻ കുടിച്ചത് ഒരു കോളയാടാ, അല്ലാതെ മദ്യമൊന്നും അല്ല കുടിച്ചത്. നിന്നെ രക്ഷിക്കാനും നിന്നെ എക്സാം എഴുതിപ്പിക്കാനും വേണ്ടി സച്ചിയേട്ടൻ ചെയ്ത പണിയാടാ. ഇത് കഴിഞ്ഞപ്പോൾ അയ്യോ ചേച്ചി, സത്യമാണോ ചേച്ചി? എങ്കിൽ പിന്നെ ചേച്ചിക്ക് ഈ സത്യങ്ങൾ എന്നോട് തുറന്നു പറയായിരുന്നില്ലേ? നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എങ്ങനെയെങ്കിലും സച്ചിയേട്ടൻ രക്ഷിക്കണം. വായിച്ചി, നമുക്ക് ഉടനെ തന്നെ സ്റ്റേഷനിലേക്ക് പോകാം, ബാ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് പുറപ്പെടുകയാണ്. ഈ സമയം തന്നെ നമ്മൾ സച്ചിയെ ലോക്കപ്പിൻ്റെ ഉള്ളിൽ ഇട്ടിരിക്കുക. ലോക്കപ്പിൻ്റെ ഉള്ളിലിട്ട് സച്ചിയാണെങ്കിൽ, എൻ്റെ പൊന്ന് സാറന്മാരെ, ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല, ദയവ് ചെയ്ത് ഞാൻ പറയുന്നൊന്നും നിങ്ങൾ കേൾക്കണം, സത്യമായിട്ടും ഞാൻ കുടിച്ചിട്ടില്ല, ഞാൻ അവിടെ ബഹളം ഉണ്ടാക്കില്ല, ഇതൊക്കെ ഞങ്ങൾ വെറൊരു നാടകം കളിയായിരുന്നു. നിൻ്റെയൊക്കെ നാടകം കളി അവസാനിപ്പിച്ച് തരാടാ, പെരുവഴി കിടന്നാണ് അവൻ്റെ അഭ്യാസം, എന്നിട്ട് നാടകം കളി എന്നല്ലേ? ഇതൊക്കെ ഞങ്ങൾ വിശ്വസിക്കണം അല്ലേ? അയ്യോ സാറേ, വിശ്വസിച്ചാൽ മതി, അല്ലെങ്കിൽ ഈ മദ്യപിച്ചിട്ടുണ്ടോ ഇല്ലേന്ന് അറിയാനുള്ള ഒരു മെഷീനില്ലേ, ആ മെഷീൻ ഒന്ന് അടിച്ചു നോക്ക്, ഞാൻ ഊതാം, അപ്പം അറിയാൻ പറ്റുമല്ലോ നിങ്ങൾക്ക് ഞാൻ മദ്യപിച്ചിട്ടുണ്ടോ ഇല്ലേന്ന്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നിന്നെ കണ്ടാൽ തന്നെ അറിയാം നീ ഒരു മദ്യപാനിയാണ്, നീ ഒരു പ്രശ്നക്കാരനാണെന്ന്, അതുകൊണ്ട് അതൊന്നും നോക്കുന്ന പ്രശ്നമില്ല എന്നൊക്കെ പറയാം. ഈ സമയം തന്നെ നമ്മുടെ രേവതിയും ശരത്തും കൂടി ഓടിയെത്തുകയാണ് സ്റ്റേഷനിലേക്ക്. അങ്ങനെ ഓടി എത്തിക്കഴിഞ്ഞപ്പോഴേക്കും രേവതി പറയാണ്, അയ്യോ സാറേ, എൻ്റെ സച്ചേട്ടന് ഒരു തെറ്റും ചെയ്തില്ല സാറേ. അപ്പം നേരെ സേയുടെ മുന്നിലേക്കാണ് ചെന്നിരിക്കുന്നത്. ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നോ? മദ്യപിച്ച് പെരുവഴി കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് തെറ്റല്ലേ എന്നൊക്കെ ചോദിക്കാം. അയ്യോ സാറേ, അങ്ങനെ മദ്യപിച്ചിട്ടില്ല, അതൊരു അഭിനയമാണ്. എന്തിനാ അഭിനയിക്കുന്നത്? അത് പിന്നെ സാറേ, ഇവൻ എൻ്റെ അനിയനാ, ഇവനെ രക്ഷിക്കാൻ വേണ്ടിയാ. കാരണം ഇവൻ്റെ പ്രിൻസിപ്പാൾ പറഞ്ഞു ഇവനെ കൊണ്ട് എക്സാം എഴുതിപ്പിക്കില്ല, അറ്റൻഡൻസ് കുറവാണെന്നൊക്കെ. അങ്ങനെ പ്രിൻസിപ്പളിൻ്റെ മനസ്സ് മാറ്റാൻ വേണ്ടിയാണ് ഞങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്തത് സാറേ, അല്ലാതെ മദ്യപിച്ചിട്ടില്ല എന്നൊന്നും പറയാം. ഇതൊക്കെ കൊള്ളാം, നിങ്ങളുടെ നാടകം കളി ഏതായാലും നന്നായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? ഞാൻ അറസ്റ്റ് ചെയ്തത് ഞാനല്ല, മേഡമാണ്. മേഡത്തോട് കാര്യങ്ങളെല്ലാം സംസാരിക്കാം. എന്നാൽ മേഡം എവിടെ? ഞങ്ങൾ മേഡത്തോട് സംസാരിച്ചോളാം. മേഡത്തോട് സംസാരിക്കാൻ ഇപ്പം പറ്റില്ല, മേഡം പുറത്തു പോയിരിക്കുക. മേഡം വരട്ടെ, ഏതായാലും ഇന്ന് വിട്ടയക്കൂല, നാളെ വിട്ടയക്കോളെന്ന് പറയാം.
അപ്പം രേവതി മേടിച്ചു പോയി. അയ്യോ സാറേ നാളെയോ? നാളെ എന്താ സാറേ? ദയവ് ചെയ്ത് സാറേ ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കല്ലേ നിങ്ങൾ. ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും യാതൊരു കാര്യമില്ല. എങ്കിൽ പിന്നെ സച്ചിയേട്ടൻ എനിക്കൊന്ന് കാണാനായിട്ട് പറ്റുമോ? അത് വേണമെങ്കിൽ സാധിച്ചു തരാം. നിങ്ങൾ പോയി നിങ്ങളുടെ ഭർത്താവിനെ കണ്ടോ? അത്രയും മാത്രമേ ഞങ്ങൾക്ക് ഉപകാരം ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ രേവതിയും അതേപോലെ തന്നെ ശരത്തും കൂടി നേരെ സച്ചിയെ കാണാനായിട്ട് ചെല്ലുകയാണ്. അപ്പോൾ സച്ചിയുടെ ഒരു കിടപ്പുണ്ടെപ്പോഴേക്ക് രേവതിക്ക് സങ്കടം സഹിക്കാൻ പറ്റത്തില്ലേ. സച്ചിയേട്ടാ എന്ത് ചെയ്യും സച്ചിയേട്ടാ? രേവതി സങ്കടപ്പെടല്ലേ, എല്ലാം നമ്മൾ നല്ലതിന് വേണ്ടിയല്ലേ ചെയ്തത്, നീ രേവതി സങ്കടപ്പെടലെന്നൊക്കെ പറയാണ്. സച്ചിയേട്ടൻ എങ്ങനെയെങ്കിലും പുറത്തിറക്കും സച്ചിയേട്ടാ, ഇതിൻ്റെ വാശിയാണ്. ഞാൻ വലിയ വലിയ ആൾക്കാരെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, അപ്പം എനിക്ക് സച്ചിനെ പുറത്തിറക്കാനായിട്ട് സാധിക്കും, ഇന്ന് തന്നെ ഞാൻ പുറത്തിറക്കും എന്ന് പറഞ്ഞുകൊണ്ട് രേവതി പുറത്തേക്ക് ഇറങ്ങി പോവാണ്. അപ്പം ശരത്തിന് ഭയങ്കര സങ്കടം നിന്നു. സച്ചിയേട്ടാ എനിക്ക് വേണ്ടിയാണല്ലോ ഇതെല്ലാം ചെയ്തത്, വേണ്ടായിരുന്നല്ലോ സച്ചിയേട്ടാ, ഞാൻ വേണമെങ്കിൽ കിടന്നോളാം, സച്ചിയേട്ടനെ പുറത്തിറക്കട്ടെ. അതിൻ്റെ ആവശ്യമൊന്നുമില്ലടാ, എല്ലാം നല്ലതിന് വേണ്ടി നിനക്ക് എക്സാം എഴുതാനായിട്ട് ഇപ്പോൾ പറ്റുമല്ലോ, ഈ പ്രിൻസിപ്പളിൻ്റെ മനസ്സ് മാറിയല്ലോ, അത്രയും മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി സച്ചിയേട്ടാ. എന്നാലും എനിക്ക് വേണ്ടി ഇത്രയും ഉപകാരങ്ങളെല്ലാം സച്ചിയേട്ടൻ ചെയ്യാനായിട്ട് തോന്നിയല്ലോ, ഞാൻ കാരണം എന്ന് പറഞ്ഞുകൊണ്ട് ശരത്ത് കരയാ. അപ്പം ശരത്ത് കരയുന്നുണ്ടെപ്പോഴും കരയല്ലടാ, നല്ലതിന് വേണ്ടിയല്ലേടാ, എനിക്ക് പുറത്തിറങ്ങാനായിട്ട് സാധിക്കും, അവരെന്നേക്കാലം ഇവിടെ പിടിച്ചു നിർത്തോ? സത്യാവസ്ഥ എന്താണെന്ന് അറിയുമ്പോഴത്തേക്ക് അവരെന്നെ പുറത്ത് വിടുമെന്നേ, അതിനെക്കുറിച്ച് ഓർത്തൊന്നും പേടിക്കണ്ട. അങ്ങനെ ഈ സമയം തന്നെ നമ്മുടെ രേവതി ആണെങ്കിൽ എൻ്റെ ദൈവമേ ഞാനിപ്പോൾ ആരെ വിളിക്കാനാ? എനിക്കാണെങ്കിൽ വലിയ വലിയ ആൾക്കാരായിട്ട് ഒരു അറിവുമില്ല, ഇനിയിപ്പോൾ ആരെ വിളിക്കാം? വർഷയെ വിളിക്കാം. വർഷയോടാണെങ്കിൽ വർഷക്കാരെങ്കിലേക്ക് അറിയാനായിട്ട് പറ്റും. അങ്ങനെ വർഷയുടെ ഫോണിലേക്ക് വിളിക്കാം. അപ്പോൾ വർഷ ഫോൺ എടുത്തിട്ട് രേതേച്ചി എന്ത് ചേച്ചി എന്ന് ചോദിച്ചപ്പോഴേക്കും വർഷേ ഒരു പ്രശ്നത്തിലാണ്. പ്രശ്നത്തിലോ? എന്ത് പ്രശ്നം? നീ എന്നൊന്ന് സഹായിക്കണം. എന്ത് ചേച്ചി? വർഷേ സച്ചിയേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സച്ചിയേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നോ? എന്തിനു വേണ്ടി സച്ചിയേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തു? എന്ത് കാര്യത്തിന് എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ ഉണ്ടായ കാര്യങ്ങൾ മുഴുവനും നമ്മുടെ രേവതി വർഷയോട് വിശദീകരിക്കുകയാണ്. വലിയൊരു അബദ്ധമാണല്ലോ ചേച്ചി കാണിച്ചത്. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പോലീസ് പിന്നെ അറസ്റ്റ് ചെയ്യാതെ ശരത്തിന് വേണ്ടിയാണ് വർഷ ഇങ്ങനെയെല്ലാം ചെയ്തത്. വേറൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. അവന് എക്സാം എഴുതാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് സച്ചിയുടെ തന്നെ ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ വലിയ വലിയ ആൾക്കാരെയൊന്നും വിളിക്കാതെ സച്ചിനെ പുറത്തിറങ്ങാൻ പറ്റില്ല. വർഷ നിൻ്റെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ ഒന്ന് വിളിക്ക്, എൻ്റെ സച്ചിനെ ഒന്ന് രക്ഷിക്കണം. ചേച്ചി സങ്കടപ്പെടല്ലേ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷയുടെ ഫോൺ കട്ടാക്കാം. എന്നിട്ട് വർഷ നേരെ അമ്മയെ വിളിക്കുകയാണ്. അപ്പോൾ വർഷയുടെ അമ്മ എങ്ങോട്ടോ പോകാനുള്ള തിടുക്കത്തിലായിരുന്നു. അപ്പോൾ വർഷയുടെ അമ്മ ഫോൺ എടുത്തിട്ട് വർഷേ എന്താ വർഷ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോഴേക്കും എനിക്ക് അമ്മയുടെ ഒരു സഹായം വേണോ അമ്മേ? എന്താ പൈസക്ക് വല്ല ആവശ്യമുണ്ടോ? പൈസയൊന്നും വേണ്ട അമ്മേ, എനിക്കൊരു ഉപകാരം ചെയ്യണം. അതായത് വലിയ വലിയ ആൾക്കാരെ ഒന്ന് വിളിക്കണം, ഏറ്റവും മുൻതലത്തിലിരിക്കുന്ന DIG ആരെങ്കിലും വിളിക്കണം എന്ന് പറയണേ. എന്തിനാ അവരെ വിളിക്കുന്നത്? അത് പിന്നെ എൻ്റെ ബന്ധത്തിൽപ്പെട്ട നല്ലൊരു സുഹൃത്ത് സ്റ്റേഷനിൽ കിടക്കുക, ലോക്കപ്പിലാക്കിയിരിക്കുകയാണ്. ആണോ? അതെ, അവനെ ഒന്ന് രക്ഷിക്കണം, അതിനുവേണ്ടി അമ്മേ. അതുകൊണ്ട് അമ്മ IGയെ വിളിച്ച് ഒന്ന് തരണം അമ്മേ, എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ പുറത്തിറക്കണമെന്നും പറയുകയാണ്. ആരാ മോളെ? അതൊക്കെ ഉണ്ട് അമ്മ, എൻ്റെ ഒരു സുഹൃത്താണെന്ന് പറയുക, എത്രയും പെട്ടെന്ന് വേണം അമ്മേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഞാൻ അച്ഛനോട് സംസാരിക്കട്ടെ. അതെ, മോളാ വിളിച്ചത്. മോളുടെ ഒരു സുഹൃത്തെ ജയിലിൽ കിടക്കുകയാണ്, അയാളെ ഒന്ന് രക്ഷിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. രക്ഷിക്കാനോ? എങ്ങനെ രക്ഷിക്കാനായിട്ട്? ആരാണ് എന്താണ് എന്നറിയാതെ എങ്ങനെ രക്ഷിക്കാനാ? പിന്നെ അവനെ ജയിലിൽ പിടിച്ച് അകത്തിട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ശക്തമായ കാരണം ഉണ്ടാവും. ഇതിൻ്റെ പിന്നാലെ നടന്നിട്ട് ഇനി ഞാനും പുലിവാല് പിടിക്കാൻ വേണ്ടിയാണോ? എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറയുകയാണ്. മോളെ എന്താ മോളെ ഇപ്പോൾ ചെയ്യേണ്ടത്? എങ്ങനെയെങ്കിലും ഒരു സഹായം ചെയ്തു തരണോ അമ്മേ? പിന്നെ അത് ആരുടെ കാര്യം നീ പറയുന്നത്? അവൻ്റെ പേരെന്താണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വർഷയാണെങ്കിൽ അത് പിന്നെ അമ്മേ സച്ചേട്ടനെയാ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ ഗുണ്ടയോ, ആ ക്രിമിനലിനെയാണോ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. ദേ പറഞ്ഞു കേട്ടില്ലേ, അവനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന്, സച്ചിയെ. അത് ശരി. അപ്പൊ സച്ചിക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ വേണ്ടിയാണോ അവൾ വന്നത്? എന്നെങ്കിൽ അവളോട് പറഞ്ഞേര്, എനിക്ക് മനസ്സിലായെന്ന്. അവനെ അകത്ത് തന്നെ കിടക്കട്ടെ. എന്നെ ദ്രോഹിച്ചവനാണ് അവൻ അകത്ത് തന്നെ കിടക്കണം. അവൻ നല്ല അടി കൊള്ളണം എന്ന് പറയണം. കേട്ടല്ലോ, അച്ഛൻ പറഞ്ഞല്ലോ, മോള് കേട്ടല്ലോ. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇനി വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കാൻ ആകെ സങ്കടപ്പെട്ടൊരവസ്ഥയിലും. അപ്പോൾ ഈ മഹിമ ചോദിക്കുകയാണ്, അല്ലേ നമുക്ക് ഇവനെ രക്ഷിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഗുണം ഉണ്ടാവുമല്ലോ? വേണ്ട മഹിമേ,
ആ കാര്യത്തിലേ നമുക്ക് ഇടപെടണ്ട. എല്ലാവരുടെ മുന്നിൽ വെച്ച് അടിച്ചവനാണ് അവൻ എന്നെ. അപ്പോൾ അവനെ സഹായിക്കാനായിട്ട് പോകാനാ. നമുക്ക് വേറൊരു വഴിയുണ്ട്. നീ ഈ ന്യൂസ് എല്ലാം ചന്ദ്രയോടും ബാക്കിയുള്ളവരോടൊക്കെ വിളിച്ച് പറ. ആ രവി നാണം കെടട്ടെ. അവനെ എൻ്റെ മുന്നിൽ വലിയ ആള് കളിച്ചല്ലേ, അവൻ നാണം കെട്ട് തല കുനിക്കണം. അതാണ് എനിക്ക് വേണ്ടത്. അതുകൊണ്ട് നീ ആ കാര്യങ്ങളുമെല്ലാം ചെയ്യാൻ നോക്ക്. അപ്പോൾ എന്നിട്ട് പറ, ഞങ്ങളുടെ മകള് എങ്ങനെ അവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കും, ഇങ്ങനെ ജയിലിൽ കിടക്കുന്നൊരു പുള്ളി താമസിക്കുന്ന വീട്ടിൽ എൻ്റെ മകൾക്ക് സമാധാനം ഉണ്ടാവുമോ എന്ന് പറഞ്ഞിട്ട് കുടുംബം കലക്കാൻ നോക്ക്. അതായിരിക്കും നല്ലതെന്ന് പറയാം. അങ്ങനെ നമ്മുടെ വർഷ നേരെ രേവതിയെ വിളിക്കുകയാണ്. വർഷേ, എന്തായി കാര്യങ്ങളെല്ലാം, ആരെങ്കിലും കിട്ടിയോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ അമ്മയെ വിളിച്ചായിരുന്നു, കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു. പക്ഷേ സച്ചേട്ടനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവരത് ഉൾക്കൊള്ളാനായിട്ട് തയ്യാറല്ല. അവരാരെയും വിളിക്കില്ലെന്നാണ് പറയുന്നത്. ചേച്ചി, എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ചേച്ചി ഒരു കാര്യം ചെയ്യുക, ആ SIയോട് ഒന്നും കൂടി ഒന്ന് സംസാരിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധിപ്പിക്കുക. എന്നാലേ സച്ചിനെ പുറത്തിറക്കാനായിട്ട് പറ്റുള്ളൂ ചേച്ചി, അല്ലാതെ എനിക്ക് വേറൊരു കാര്യം ചെയ്യാനായിട്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരി വർഷേ, ഞാൻ ഏതായാലും അദ്ദേഹത്തോടൊന്നും കൂടി ഒന്ന് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ്. ഫോൺ വെച്ച് നമ്മുടെ രേവതി അങ്ങോട്ട് ചെല്ലുക. രേവതി സച്ചിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും, സച്ചിയേട്ടാ, എനിക്ക് സച്ചിയെ രക്ഷിക്കാനായിട്ട് പറ്റില്ല സച്ചിയേട്ടാ. ഞാൻ വർഷയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു. വർഷ അമ്മയോടും അച്ഛനോടൊക്കെ സംസാരിച്ചു. പക്ഷെ അവരൊന്നും നമ്മളെ സഹായിക്കാനായിട്ട് തയ്യാറല്ല. ആഹാ, കൊള്ളാം എൻ്റെ രേവതി, നല്ല ആളോടാ പറഞ്ഞത്. അല്ല, വർഷ സഹായിക്കും തന്നെയായിരുന്നു എൻ്റെ വിശ്വാസം. അവൾക്ക് സഹായിക്കാനുള്ള മനസ്സൊക്കെ ഉണ്ടാകും. പക്ഷേ അവളുടെ അച്ഛനും അമ്മയും നമ്മളെ സഹായിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഞാൻ അയാളെ പിടിച്ച് നല്ല അടിയടിച്ചതാണ്. അപ്പോൾ ആ ഒരു വാശിയും വൈരാഗ്യവും ഒക്കെ അയാളുടെ മനസ്സിലുണ്ടാകും. ഞാൻ ജയിലിൽ കിടക്കട്ടെന്ന് തന്നെയായിരിക്കും അയാളുടെ ആഗ്രഹം. അപ്പോൾ അയാളെ രക്ഷിക്കാനൊന്നും പോകുന്നില്ല എൻ്റെ രേവതി എന്ന് പറയാം. ഏതായാലും നാളെ വരട്ടേന്നേ, ബാക്കിയുള്ളവരൊക്കെ വരട്ടെ, അന്നേരം നമുക്ക് അവരോടൊക്കെ സംസാരിക്കാം. നമ്മളേതായാലും പുറത്ത്, നീ ഏതായാലും വീട്ടിലേക്ക് പോയില്ല. സച്ചിയേട്ടൻ ഇല്ലാതെ ഞാൻ വീട്ടിലേക്ക് പോകില്ല. രേവതി പറഞ്ഞാൽ കേൾക്കണം. അച്ഛൻ നമ്മൾ രണ്ടുപേരെയും കാണാതെ ആകെ സങ്കടത്തിലായിരിക്കും. അച്ഛനോട് ഈ കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കരുത്. അച്ഛനെ സമാധാനിപ്പിക്കണം. നീ ഉണ്ടെങ്കിൽ മാത്രമേ അച്ഛനോട് സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ. നീ ഏതായാലും പോയിക്കോ. ശരത്തെ, ആ ചേച്ചിയെ കൊണ്ട് പോകാനായിട്ട് നോക്കെന്ന് പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും പോവാം. അങ്ങനെ രേവതി നേരെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ രേവതിക്ക് ആകെ പേടി തോന്നുകയാണ്. ദൈവം, ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്. ഇവർ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും. രേവതി ഒന്നും അറിയാത്ത രീതിയിൽ മുന്നോട്ട് നടക്കുക. അപ്പോൾ ചന്ദ്ര അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. രേവതി, നീ എവിടെ നിന്നേ? സമയത്രയെന്ന വിചാരം? 10 മണി. ഈ 10 മണി വരെ നീ എന്തെടുക്കുമായിരുന്നു എന്ന് ചോദിച്ചപ്പോഴേക്കും, അത് പിന്നെ അമ്മേ, ഞാൻ ജോലിയിലായിരുന്നു. ജോലിയോ? എന്ത് ജോലി? പൂകെട്ടണ ജോലി. പൂകെട്ടി കൊടുക്കുമായിരുന്നു. രാത്രി 10 മണി വരെയാണോ നിന്റെ പൂകെട്ടി കൊടുക്കൽ? അത് പിന്നെ സ്പെഷ്യൽ ജോലി ഉണ്ടായിരുന്നു. ഓ, സ്പെഷ്യൽ ജോലി. അപ്പോഴാണ് രവിയും ശ്രുതിയും സുധിയും ഒക്കെ അങ്ങോട്ട് വരുന്നത്. വർഷയും ശ്രീകാന്തും ഒക്കെ വരിക. നിനക്ക് എന്തായിരുന്നു ജോലി? ദേ രവിയേട്ടാ, പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങളുടെ മരുമകള് കള്ളം പറയില്ല, സത്യം മാത്രമേ പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അവളുടെ വായിൽ നിന്ന് കള്ളം മാത്രമാണ് വരുന്നത്. മോളെ രേവതി, നീ എവിടെയായിരുന്നു മോളെ? അത് പിന്നെ അച്ഛാ, പൂകെട്ടാൻ. കേട്ടോ രവിയേട്ടാ, പൂകെട്ടുന്നത് എവിടെയാടി? ഇത് പോലീസ് സ്റ്റേഷനിലോ? നിന്റെ ഭർത്താവിനെയും കണ്ടില്ലല്ലോ. നിന്റെ ഭർത്താവിനെ എന്താ പോലീസ് അറസ്റ്റ് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ രേവതി ആകെ ഒന്ന് ഞെട്ടുകയാണ്. അപ്പോൾ രവിയും ചോദിക്കുകയാണ്, സത്യം പറ മോളെ, സച്ചിക്ക് എന്താ സംഭവിച്ചത്? സച്ചി എന്തിനാണ് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് എന്നൊരു ചോദ്യം. അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ ബൈ.